ഹായ്, ഞാനിവിടെ ഇപ്പോൾ ഇരിക്കുന്നത് നമ്മളുടെ കൃഷിസ്ഥലത്താണ്. ഇവിടെ ഒരുപാട് പച്ചക്കറികളുണ്ട്. നല്ല മെയിൻ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല അധികം കെമിക്കൽസൊന്നും ഉപയോഗിക്കാതെ നല്ല നാടൻ ഭക്ഷണം കിട്ടും, നല്ല നാടൻ പച്ചക്കറി കിട്ടും. അത് ഹെൽത്തിന് നല്ലതാണല്ലോ. ഓക്കെ, അങ്ങനെ ഒരു അറിവ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം എന്താ, നമുക്കറിയാം ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരം നിലനിർത്തി കൊണ്ടുപോകാൻ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാറുണ്ട്. കഴിക്കുന്ന ഭക്ഷണം കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ നല്ല ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സൊക്കെ അവരെ ഭക്ഷണത്തിൽ അവർ ഉൾപ്പെടുത്താറുണ്ട്. ഓക്കെ, ഭക്ഷണം നല്ലപോലെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ അത് കൂടുതലും കുറച്ച് പൈസയൊക്കെ ഉള്ള ആൾക്കാരാണ്. അതേപോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, അവർക്കിങ്ങനെ കൂടുതൽ നട്ട്സും നല്ല റിച്ച് ആയിട്ടുള്ള ഫുഡൊന്നും അവർക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റിയെന്നില്ല. അവർക്ക് അവരുടെ കഴിക്കാൻ സാധാരണ പൈസക്ക് കിട്ടുന്ന ഭക്ഷണം, ചിലപ്പോൾ ചോറും കറിയാവാം, അല്ലെങ്കിൽ പഴങ്കഞ്ഞി ആവാം, വാട്ടവർ, അതൊക്കെ അവർ കഴിക്കാറുണ്ട്. ഓക്കെ, പക്ഷേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഭക്ഷണം നമ്മൾ റിച്ചാക്കിയത് കൊണ്ട് കാര്യമില്ല. നമ്മൾ എത്ര പ്രോട്ടീൻ, വിറ്റാമിൻസ്, കാൽസ്യം ഒക്കെ ഉള്ള ഭക്ഷണം നമ്മൾ കഴിച്ചാലും ആ ഭക്ഷണം ഭയങ്കര റിച്ചാണ്. പക്ഷേങ്കിൽ അത് നമ്മൾ ഒട്ടും റിച്ചല്ല എങ്കിൽ ഇതിലുള്ള റിച്ച്നെസ്സിനെ നമ്മൾ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ അബ്സോർബ് ചെയ്യാണ്ട് അതൊക്കെ പോവുകയാണെങ്കിൽ, വേസ്റ്റായി പോവുകയാണെങ്കിൽ പിന്നെ ഇതേപോലത്തെ ഫുഡ് കഴിച്ചത് കൊണ്ട് നമ്മളുടെ ഉദ്ദേശം നടക്കില്ലല്ലോ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പറയാം, മനസ്സിന് വെറുതെ സമാധാനിപ്പിക്കാം, ഓക്കെ ഞാൻ നല്ല റിച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷേ അത് ശരീരത്തിന് ആ ഹെൽത്ത് ആയ ഫുഡ് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എങ്കിൽ വെറും വേസ്റ്റാണ്. ഓക്കെ, അപ്പം നമ്മൾ ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള അവസ്ഥയാണ്. ഓക്കെ, ആരാണോ ഭക്ഷണം കഴിക്കുന്നത് അയാളെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വളരെ സ്ലോ ആയി കഴിക്കുക. വേറെ തിരക്കിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വിശക്കുന്നുണ്ട് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുക, ആ രീതിയിലല്ല. വിശക്കുന്നുണ്ട്, പക്ഷേങ്കിൽ ആ വിശപ്പ് മാറുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഭക്ഷണം പതിയെ സ്ലോലി കഴിച്ച് അത് നമ്മളുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും, പലതരത്തിലുള്ള ഫുഡാണല്ലോ. അപ്പം നമ്മുടെ ശരീരം അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും. ചിലർക്ക് ചില ഫുഡ് പറ്റില്ല, അലർജി ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഫുഡൊക്കെ നമ്മൾ അറിയണ്ടേ. ഓക്കെ, അറിഞ്ഞ് നമ്മളുടെ ആ ഫുഡിനെ ഒഴിവാക്കുന്നതിനേക്കാൾ കൂടുതൽ ആ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള അവനവൻ്റെ ശരീരത്തിൻ്റെ വീക്ക്നെസ്, എന്തോ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണല്ലോ ആ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റാത്തത്. അപ്പോൾ ആ വീക്ക്നെസ്സിനെടുത്ത് കളയണം. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മളെ ശരീരം പെർഫെക്റ്റ് ആവുള്ളൂ. അല്ലാതെ ആ ഭക്ഷണം ഒഴിവാക്കിയത് കൊണ്ട് ഈ പ്രോബ്ലം അവിടെ തന്നെ കിടക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ മെയിനായിട്ട് അതുപോലത്തെ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ കെയർ കൊടുത്ത് നമ്മൾ കഴിക്കുക. അതായത് സാധാരണ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള ഫുഡ് കഴിക്കുമ്പം നമ്മൾ അറിയാൻ പറ്റും എവിടെയാണ് ഈ ഭക്ഷണം കഴിക്കുമ്പം എവിടെയാണ് എനിക്ക് പ്രോബ്ലം വരുന്നത്. ഒരു വളരെ സ്ലോ ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഏത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് അത് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ചിലപ്പോൾ ഒരു പെയിന് വരുന്ന കാണാം, അല്ലെങ്കിൽ ഇച്ചിങ്, ചൊറിച്ചിൽ വരുന്ന കാണാം, അല്ലെങ്കിൽ ഗ്യാസ് ഫോം ചെയ്യുന്നത് കാണാം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, അതായത് എൻ്റെ ശരീരത്തിൽ പുളി കൂടുതലുള്ള ഭക്ഷണം കുറച്ച് ബുദ്ധിമുട്ടാണ് അത് കഴിച്ച് കഴിഞ്ഞാൽ. അപ്പം ഞാൻ എന്ത് ചെയ്യും, കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അത് കഴിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും എൻ്റെ ശരീരം ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്താ, നമ്മളവിടെ ശ്രദ്ധിച്ച് അവിടെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ കൊണ്ടുവരിക. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ അവിടെ സ്പേസ് കൊടുത്ത് കൂടുതൽ ആ ഭാഗത്ത് ശ്രദ്ധിച്ച് സാവധാനം കൊണ്ടുപോയി വരുമ്പം ആ പ്രോബ്ലം പതിയെ കുറഞ്ഞ് വരുന്നത് നമ്മളെ ശ്രദ്ധയിൽ വരും. അവിടെയുള്ള പെയിന് പതിയെ കുറയും. ചിലപ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നും, അപ്പോൾ ടോയ്ലറ്റിൽ പോകും, ഒരു കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം ഈ ഫുഡ് കഴിക്കുമ്പോൾ പിന്നെയും കൂടുതൽ ശ്രദ്ധിച്ച് ആദ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആ ഒരു റെസിസ്റ്റൻസ് അവിടെ കുറയുന്നത് കാണും. നമ്മുടെ ശരീരത്തിൻ്റെ ആ റെസിസ്റ്റൻസ് അവിടെ കുറഞ്ഞ് ശരീരം അതുമായിട്ട്
ചേരാനുള്ളൊരു താല്പര്യം കാണിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ അവനവനെ ശ്രദ്ധിക്കണം, അല്ലാണ്ട് നമ്മൾ ഭക്ഷണത്തിനെ ശ്രദ്ധിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. ഈ ഒരു ഭാഗത്ത് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒന്നുമില്ല. കാരണം അവർ കഴിക്കുന്ന ഫുഡ് എന്തോ ആയിക്കോട്ടെ, പഴങ്കഞ്ഞി ആയാലും ഇനി 5 സ്റ്റാർ ഹോട്ടലിൽ റിച്ച് ഫുഡ് ആയിക്കഴിഞ്ഞാലും അവനവൻ കഴിക്കുമ്പം അവനവൻ്റെ ശരീരത്തെ ശ്രദ്ധിക്കുക. ഓക്കെ, അതിന് പണം പാവപ്പെട്ട എന്നുള്ള കാര്യമില്ല. ഓരോരുത്തർ അവനവന് ശരീരം ഉണ്ടല്ലോ, ആ ശരീരത്തെ ശ്രദ്ധിക്കുക. അതിന് പൈസേൻ്റെയോ വേറെ ആഡംബരത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഒരു താല്പര്യം കാണിച്ചാൽ മതി, നമ്മളോട് തന്നെ ഒരു താല്പര്യം. ആ താല്പര്യം കാണിച്ച് ഭക്ഷണം വളരെ സ്ലോലി കഴിക്കുക. വേറെ ചിന്തകളൊന്നും അതൊക്കെ വേറെ അതിന് കഴിച്ച് ചിലപ്പോൾ കൂടുതൽ പേരും ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് വിട്ടുക. അതൊന്നും ചെയ്യാതെ അതിനൊക്കെ വിട്ട് ശരീരത്തിനെ മാത്രം ശ്രദ്ധിച്ച് ഈ ഭക്ഷണം കഴിച്ച് എത്രത്തോളം സ്ലോ ആക്കാൻ പറ്റുന്നോ അത്രത്തോളം സ്ലോ ആക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കപ്പോൾ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ടാവും. അങ്ങനെ സ്ലോ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല, നമുക്ക് വേറെ പണിയുണ്ട്, അപ്പോൾ ഭക്ഷണത്തിന് ഇത്ര ഇമ്പോർട്ടൻസ്, ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പണിയൊന്നും നടക്കില്ല. നമ്മൾ ഈ പണിയൊക്കെ എടുക്കുന്നത് എന്തിനാണ്? നമ്മളെ നല്ല രീതിയിൽ കൊണ്ടുപോകാനല്ലേ. അങ്ങനെ കൊണ്ടുപോകുന്നതിൽ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണ് ഈ ഭക്ഷണം. അപ്പം നമ്മൾ അതിന് കുറച്ചധികം സമയം കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. നമ്മളുടെ ശരീരം നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തോടെ നിലനിർത്താനാണല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് എന്തായാലും കൊടുക്കണം. ഓക്കെ, ഭക്ഷണം അങ്ങനെ ഓക്കെ, ഭക്ഷണം വിശപ്പുണ്ട്, ഭക്ഷണവും ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് അങ്ങ് കഴിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ മതി, അങ്ങനെയല്ല. നമ്മൾ ആ വിശപ്പിനെ റെസ്പെക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഭക്ഷണത്തിനെ റെസ്പെക്റ്റ് ചെയ്യുക, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ആ അവസ്ഥയെ റെസ്പെക്റ്റ് ചെയ്യുക. ആ ഒരു പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ്ലി വെച്ചാൽ വിശപ്പ് മാറുമ്പോഴുള്ള അവസ്ഥ, ആ പ്രോസസ്സിനെ നമ്മൾ കംപ്ലീറ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്യണം. ഈ ഡൈജഷൻ എന്ന് പറയുന്നത് ഒരുപാട് കെമിക്കൽ പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇത്രയും വർഷക്കാലം കൊണ്ടു നടന്ന ഈ ശരീരമാണ്, നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് 3 or 4 തവണ കഴിക്കുന്ന ആൾക്കാരുണ്ട്, ചിലവർ 1 or 2, അവർക്കത് മതിയായിരിക്കും, 1 or 2 തവണ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഗത്തിന് നമ്മൾക്ക് എന്തുകൊണ്ട് ശ്രദ്ധിച്ചുകൂടാ? അതിന് കുറച്ചും കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നിട്ട് വളരെ സാവധാനം, വളരെ ശ്രദ്ധയോടെ, റെസ്പെക്റ്റോടുകൂടി കഴിക്കുക. ഓക്കെ, ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ ഭക്ഷണത്തിനെ റെസ്പെക്റ്റ് ചെയ്യണം. അതിനേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് ആരാണോ അയാളെ റെസ്പെക്റ്റ് ചെയ്യാം, അതിലുണ്ടാവുന്ന മാറ്റങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഏത് ഫുഡ് ആയിക്കഴിഞ്ഞാലും അതിൽ നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതിന് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് അബ്സോർബ് ചെയ്ത് എടുക്കാൻ കഴിയണം. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ, ആവശ്യമുള്ള അളവിൽ അതിനെ അബ്സോർബ് ചെയ്യാൻ എടുക്കാനുള്ളൊരു സിസ്റ്റം നമ്മളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നൊരു സോഫ്റ്റ്വെയർ നമ്മളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? അതുകൊണ്ടാണല്ലോ പലർക്കും ഷുഗർ, പ്രഷർ, അങ്ങനത്തെ ഭക്ഷണത്തിൽ നിന്ന് ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തത് കൊണ്ടല്ലേ. ഓക്കെ, അതുകൊണ്ട് ഭക്ഷണം നിയന്ത്രിച്ചുകൊണ്ട് മാത്രമാവില്ല, ഈ സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം, ആ സോഫ്റ്റ്വെയറിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളില്ലാതെ നമുക്ക്